കൃഷ്ണ, എന്റെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ. ഇതാണ് അവസ്ഥ. നീ അല്ലാണ്ട് വേറെ ആരുമില്ല. തുടങ്ങി. അല്ല, ഇതെന്താ പരിപാടി? എന്തേന്നാ സമയം എത്ര അയച്ചിട്ടാണ്? പോവാനായില്ലേ രണ്ടാൾക്കും? സമയം 9 മണിയായിട്ടല്ലേ? ആ, ഇനിയിപ്പോ 9:30 ആവാൻ കാത്തുക്ക. ഇവിടെ 9 മണിക്ക് എന്നെ സ്കൂളിൽ പോവല്. ആ സമയമായ പോവും. നിങ്ങൾ രണ്ടാൾ ഇറങ്ങിട്ട് വേണം എനിക്ക് പോവാന്. അതിന് ഈ പോയിക്കോ, ഞങ്ങളെ കാത്തുക്കണെന്തിനാ? പിന്നെ കുട്ടീനെ സ്കൂളിൽ കൊണ്ടാക്കിയില്ലെങ്കില് എന്റെ സ്വഭാവം കൊണ്ട് മാറട്ടെ മനുഷ്യ. അതേത് സ്വഭാവം? എന്റെ സ്വഭാവം ശരിക്കും അറിയില്ല നിങ്ങക്ക്? ആ സ്വഭാവം എനിക്കൊന്ന് കാണല്ലോ. നീ എന്താടി രാവിലെ തന്നെ ചൊറിയാൻ വന്നിരിക്കുന്നു? ഇപ്പൊ ചൊറിയാൻ വരുന്ന ആള് ഞാനായില്ലേ? കാണിച്ചേരാ. എല്ലാതും എന്റെ തലയ്ക്കാ വരാന്ന് എനിക്ക് നല്ല അറിയാം. ദിവ്യ പ്രേമല്ലായിരുന്നു. കട്ടത്താടി, നല്ല പൊക്കം, പോരാത്തിന് മാഷും നല്ല പഠിപ്പിക്കല. ഇതൊരു കഷ്ടാണ്. ആ മേമയുടെ വീട്ടിലത് നന്നായി. ഇതേ മനുഷ്യ അവര് വരുമ്പോഴേക്കും വേറെ വീട് നോയിക്കോളേണ്ട കേട്ടോ. എനിക്ക് വയ്യ എല്ലാത്തിനും കൂടെ. ഇങ്ങനെ കാട്ടിക്കൂട്ടിൽ കണ്ടെത്തൊന്നും വേറെ ആർക്കും മക്കളില്ലാന്ന്, അല്ലെങ്കിൽ ആ കുട്ടിയോട് എനിക്ക് സ്നേഹമില്ലാന്ന്. അതിനൊക്കെ ശ്രീജേഷ് മാഷിനെ കണ്ട് പഠിക്കണം. 4-5 കോളേജിൽ ക്ലാസ് എടുക്കണം, കാറ് മേടിക്കണം, വീടുണ്ടാക്കണം. അതിന് ഇവിടെ ഒരുത്തൻ ഇങ്ങനെ വടിയും പിടിച്ച് നിന്നോളും. എന്താ പിന്നെ പ്രശ്നം? ശ്രീജേഷ് മാഷ് ക്ലാസ് എടുക്കാൻ പോണ പോലെ 4-5 കോളേജിൽ ഞാൻ പോണം, അത്രയല്ലേ ഉള്ളൂ? എന്റെ പൊന്നു മോനെ, 4-5 കോളേജിലൊന്നും പോണ്ട. ആ പോണ കോളേജിലെ അവിടെ ഒന്നും മര്യാദക്ക് പോയാ മതി. അതുപോരെ നമുക്ക് 3 ആൾക്കും ജീവിക്കാൻ. എടി, ഞാനിപ്പോ അതിന് മര്യാദക്കല്ലേ കോളേജിൽ പോണത്. ഇപ്പൊ മുടങ്ങലണ്ടാ? ആ പോണം, അതാ പറഞ്ഞത്. ഒരു മിനിറ്റ്. എന്താ? ഒരു 100 വരോ? എന്താണ്? ഒരു 100 രൂപ ആടി. എങ്ങനെ? എന്റെ പൈസ ഇല്ല, ഒരു 100 രൂപ നോക്ക്. ഇന്ത്യയിലില്ല. നോക്ക്. ചാടെന്തിനാണ്? 100 ചോദിച്ചിട്ടുള്ളൂ. ഒരു മാസത്തിന് എന്നോട് പൈസ ഇതെങ്ങനെയാടി 100 വയ്ക്കുമ്പോ 100 എന്നെ പൊന്തണു ആണല്ലേ? എന്നൊരു 500 എടുത്താലോ? കിട്ടിയത് മേടിച്ച് പോവാൻ നോക്കല്ലാണ്ട്. അല്ല, നീ സമയം കുറിക്കണം. ഏടി, ഞാൻ നിന്നെ നോക്കിയതല്ലേ. അതിന് മാത്രം ഒരു കുറവുമില്ല. ഒരിക്കൽ നോക്കിയതാ നീ കാണുന്നത്. നീ ആര് നോക്കൂച്ചിട്ടാ? ഇവിടെ വാ മനുഷ്യ. ആര് നോക്കൂച്ചിട്ടാന്ന്? കമോൺ, വേഗം പോരെ. ഇപ്പൊ ഫാഷൻ ഷോക്ക് പറഞ്ഞോ? ബട്ടൺസ് ഇട് മനുഷ്യ. ഓക്കെ. ഓടിയോ? മുറുക്കി പിടിച്ചോട്ടാ. എന്താണ്? ഒന്നുമില്ല, നിങ്ങള് പോയിട്ട് വേണമെങ്കിൽ പോവാന്. ഞങ്ങള് പോയിട്ട് ഈ പോവുള്ളൂ? അതെ. എന്നാ ഞങ്ങള് പോയിട്ട് ഈ പോയാ മതി. അവിടെ ഞാൻ പോല വെച്ചിട്ടല്ലേ. എന്നിട്ട് എന്തേലും നുണ പറഞ്ഞു കിടക്കാനല്ലേ? അവിടെ കിട്ടാ. അല്ല, ഇതാരുടെ വണ്ടിയാ? ഇത് നമ്മളെ കുമാർ സാറിന്റെ. അപ്പൊ നമ്മടെ വണ്ടി എന്തിയെ? അത് വർക്ക്ഷോപ്പിലെല്ലാരും നിന്നോട് പറഞ്ഞു. നീ പോണില്ല? ഞാൻ പോവാ, നിങ്ങള് ട്രൈ ചെയ്യും. അതന്നെയല്ലേ ചെയ്തോണ്ടിരിക്കണത്. നിങ്ങള് പോവാതിരിക്ക. എന്താ ചെയ്തോളൂ, എനിക്ക് സമയായി, ഞാൻ പോവാ. ചാവി ഓണാക്കിയാലല്ലേ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. അമ്മ പോയി. സ്റ്റാർട്ടായല്ലോ. എങ്ങനെയുണ്ട്? പിടിച്ചിരുന്നോ? സ്ഥാനപ്പെട്ടെ. ഓക്കെ, പോവാം. ഓടി വള. വെടി തീർന്നു മോളെ, വെടി തീർന്ന്. മിസ്സിങ് കാണിക്കണ്ടല്ല. നിന്ന്. ഓക്കെ, ഇപ്പൊ തീരുമാനമായി. ഇനി എന്ത് ചെയ്യും? തള്ളണം. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആരേ ഉള്ളൂ? അച്ഛൻ തന്നെ തള്ളണം. ഞാൻ തന്നെ തള്ളണല്ലേ?
ഇറങ്ങി തള്ളടി പൊട്ടത്തി. അവിടെ നിൽക്ക്. സ്റ്റാൻഡൊക്കെ തട്ടിട്ട് ഇറങ്ങട്ടെ. ഓ, പമ്പിലേക്ക് പോകണം. നോക്കട്ടെ, ഇതിൽ ഒരു തുള്ളില്ല മോളെ. വാ വാ വാ, അവിടെ നിൽക്കണ്ട. പിന്നില് തള്ളിയിട്ട് പറയാം. ഇരിക്കട്ടെ. നല്ല വെയിലും. തള്ളടി. തള്ളു. കൈ പിടിച്ച എന്നെ തള്ളിക്കോ. ഓക്കെ, വീട്ടില് ആഞ്ഞള്ളു. എന്തായിരുന്നു രാവിലത്തെ പാട്ട്, ആട്ടം? ഞാൻ അപ്പോഴേ പറഞ്ഞു. നിനക്കിപ്പോ സമാധാനമായല്ലോ അല്ലേ? സമാധാനായില്ലേ? ചിരിക്കേ. അവളെ ചിരിയെ എല്ലാം കൂടി നടക്കും. തള്ളിക്കോ. ആ പമ്പ് ഇനി അടുത്ത എത്ര ദൂരം പോണെന്നറിയോ? തള്ളടി, ആഞ്ഞള്ളു. നിന്റെ പാട്ട് പിടിക്കോ സാമി. വേമ മോളോടെ നിർത്തണ്ടേ? വണ്ടി പെട്രോൾ ഞാൻ വേഗം വരൂ. ഒന്ന് നോക്കണേ. ചേട്ടാ ഒരു മിനിറ്റ്. ചേട്ടാ, വണ്ടി പെട്രോൾ തീർന്നു. ഒന്ന് വന്നോട്ടെ. പോരട്ടാ. ഓക്കെ ഓക്കെ, താങ്ക് യു. പിടിക്ക്. മൂടിയൊക്കെ തുറന്നിരണ്ട ആദ്യം തന്നെ. പെട്രോൾ ഒക്കെ പേടിച്ചാ? പേടിച്ചിട്ടില്ലല്ലോ. പിടിക്ക് പിടിക്ക്. പോവാ പോവാ പോവാ. ഇനി എന്ത് ചെയ്യും? അമ്മ അറിയണ്ടോ? കറങ്ങാൻ പോവല്ലേ? നിങ്ങളെവിടെ പോയി കിടക്കായിരുന്നു? പാല് തീർന്നിട്ട് സമയത്രേ? എടോ, അണക്കിത് ഇന്നലെ പറയാറുന്നില്ലേ? ഞാൻ രാവിലെ പറഞ്ഞല്ലോ. ഇതന്നെ ഇപ്പൊ ഒരു പാക്കറ്റ് പാലാ കിട്ടി. 6 ആൾക്ക് പാരാം. 6 ആള് മതിയില്ലേ? 6 ആൾക്ക് ചായ ഉണ്ടാവും. ഒരു കടയിൽ ഒരു 6 ആളെ വരുള്ളൂ അല്ലേ? അത് നോക്കണ്ട. ഒരു 15 ആൾക്ക് ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം. ഒരു പാക്കറ്റ് പാലുണ്ട്. വർത്താനം പറയാണ്ട് നിങ്ങൾ ചായ അടിക്കും. ചായപ്പ തരാം. മൂപ്പർക്ക് ചായ കൊടുത്തില്ല? ചായ കൊടുക്കാം. നിങ്ങളെ മരോളാ വരുന്നത്. എന്നും ഈ പഴംപേര് തന്നെ കൊടുക്കണ്. അത് എന്റെ ഒരു സമാധാനത്തിന് കൊടുക്കണല്ലേ? എന്റെ സമാധാനത്തിന് ഒരു ഉള്ളിവട ഉണ്ട് തന്നാല്. ഉള്ളിവട ഇല്ല. നീ ഇന്ന് കുറച്ച് നേരത്തെയാണല്ലോ. അന്ന് നേരത്തെ ഇറങ്ങിയച്ചാ. അല്ല, അവനന്ന് ഈ വഴി കണ്ടിട്ടില്ലല്ലോ. മൂപ്പരും നേരത്തെ പോയി. എന്നും ഈ വഴിയാണ് പോവാറ്, അതുകൊണ്ട് ചോദിച്ചാണ്. അതെ, വിളക്ക് കൊളുത്തണം നേരത്തെ വരില്ലേ? അല്ല, അത് വരാം. കഴിഞ്ഞ ആഴ്ച നിങ്ങളെ കണ്ടില്ലല്ലോ. അത് ഓരോ തിരക്കായിരുന്നു അച്ഛാ. എന്നാ വേഗം പോയിക്കോ. ശരി, അപ്പൊ നന്ന് കാണാം. അമ്മയോട് പറയട്ടച്ചാ. അതെ, ഉള്ളിവട ഉണ്ടാക്കി ഉള്ളി കഴിഞ്ഞിട്ടാ. ആടാ, ഞാൻ അതും വാങ്ങിച്ചിട്ട് വരാം. നല്ല കളിയിലാണല്ലേ? നിന്റെ അച്ഛൻ എവിടെയടി? എനിക്കറിയില്ല. എനിക്കറിയില്ല.
അച്ഛൻ എവിടെ പറ. ഓ ഞാൻ കാണിച്ചു തരാം. അനിയേട്ടാ, അനിയേട്ടാ. അനിയേട്ടാ, ആ ഒന്നിങ്ങോട്ട് വന്നേ. എന്തടി ഇങ്ങോട്ട് വന്നേ. നിക്ക് എന്താ സംഭവം? ബാസുരെ ഞാൻ റൂമിക്ക് വരാന്ന്. നിനക്ക് എന്താ ഇങ്ങനെ തോന്നാന്? നിങ്ങള് മണിച്ചിട്ട് കളിക്കാണ്ട് ഇങ്ങോട്ട് വാ. ഒത്തില്ല ഒക്കില്ല, നിങ്ങളെ കാണിച്ചു തരാം. എടി എന്താണ് സംഭവം എന്ന് പറയാ. ആൾക്കാർക്ക് ഇഷ്ടം മാതിരി ഇങ്ങോട്ട് സ്വഭാവം അറിയാം. അങ്ങോട്ട് വാ. മുണ്ടഴിഞ്ഞു പോണത്. അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും. അല്ല, നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? എന്ത് കാണിച്ച്? നിങ്ങൾ അതിന്റെ സ്കൂളിൽ കൊണ്ടയാ? കൊണ്ടയാലോ. ഏത് സ്കൂളില്? അവളുടെ സ്കൂളില്. എന്നിട്ടാണ് അവളെ ടീച്ചർ എന്നെ വിളിച്ചത്? വിളിച്ചില്ല. കാര്യം പറയാ, നിങ്ങൾ എന്താ കൊണ്ടുപോയിരുന്നു? ഞാൻ പറയാം. ഞാൻ അവള് ഇവിടുന്ന് ഇറങ്ങിപ്പോയി. പോയ പാട് നമ്മളെ തിരിവില്ലേ, അവിടെ പെട്രോൾ കഴിഞ്ഞു. അല്ല, പെട്രോൾ അടിക്കാനല്ല മനുഷ്യ 100 രൂപ രാവിലെ തന്നത്. എടി അതിന് പെട്രോൾ പമ്പ് അവിടെ അല്ലേ. പമ്പിൽ പോയി വരുമ്പോഴേക്കും നേരം വൈകി. നിങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരണ്ട്. പിന്നെ ഇവള് പറഞ്ഞു പോണ്ടാന്ന്. അല്ല, ബാബേട്ടനെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് നിൽക്കാണ്ട് കൊണ്ടായി കൊടുക്കായിരുന്നില്ലേ? അത് മതിയായിരുന്നു. എടി ഇവളാ പറഞ്ഞ സ്കൂളിൽ പോണ്ടാന്ന്. ആണോ ചിന്നു? ഞാനല്ല, അച്ഛനാ. എടി